ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു നുള്ള് ജീരകവും കൂടെ ഇട്ടതിന് ശേഷം ഈ ഒരു ഓയിലിൽ നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ആ ഒരു മണം മുന്തി നിൽക്കും നമ്മുടെ ഈ ഒരു പലഹാരത്തിന്. ഇപ്പോൾ ഈ ഒരു വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് സബോള ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള സബോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എരിവിനും നല്ലൊരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് 2 പച്ചമുളകും 2 ഉണക്കമുളകും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വലിപ്പത്തിലുള്ള സ്പൂൺ അളവിൽ 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, 1 നുള്ള് ഗരം മസാലപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു മസാലക്കൂട്ട് ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു വരേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് നേരം മാത്രം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു മീഡിയം പരുവത്തിൽ വെന്ത് കിട്ടിയാൽ മതി. ഇപ്പം ഞാനിതാ ഇവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഇനി റവ ഇട്ട് കൊടുത്ത അതേ കപ്പ് അളവിൽ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, അരയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് അരയാതെ വന്നപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം ഒരു സ്പൂൺ കൊണ്ട് കോരി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി വേവിക്കാനായിട്ട് വെച്ചിരുന്ന ആ ഒരു മസാലക്കൂട്ട് വെന്തോന്ന് നോക്കാം. ഇപ്പോൾ ഇതാ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു കിട്ടിയിട്ടില്ല. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പുഴുങ്ങിയ മുട്ടയുടെ മഞ്ഞയാണ്. 4 കോഴിമുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഇതിലേക്ക് ഉടച്ച് ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു മുട്ടയുടെ മഞ്ഞയും അതുപോലെ ഈ ഒരു മസാലയൊക്കെ ആയിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതെല്ലാം കൂടി ഒന്നായിട്ട് യോജിച്ച് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റും നല്ലൊരു മണമൊക്കെ ആയിരിക്കും. ഇപ്പോൾ അതാ മസാലക്കൂട്ടും ഒക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഈ ഒരു വക്ക് ഭാഗത്തൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ മാവ് ഒട്ടിപ്പിടിക്കും. നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഞാനിത് മുഴുവനായിട്ടും മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെത്ര സമയമാണോ വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. ഒരു സ്പാച്ച് വെച്ച് ഈ മാവൊന്ന് കറക്റ്റ് ആക്കിയതിന് ശേഷം ഞാനിതിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ചിരുന്ന ആ ഒരു 4 കോഴിമുട്ടയുടെ മഞ്ഞയാണ് നമ്മൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ടി എടുത്തിരുന്നത്. അതിൻ്റെ ആ ഒരു മുട്ട ഞാനിപ്പോൾ ഇതുപോലെ കമിഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് നടുഭാഗത്തായിട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കുറച്ച് ഉണക്കമുളക് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, വീഡിയോയിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും. പിന്നെ ഇത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം മണം മുന്തി നിൽക്കും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുമ്പോൾ ഈ ഒരു അടപ്പിൻ്റെ ഹോളിൽ ഇതൊന്ന് എയർ ടൈറ്റ് ചെയ്തിരിക്കാനായിട്ട് ഒരു പേപ്പർ തിരികെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 30 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുമ്പോഴേക്ക് ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് നേരമാകുമ്പോഴേക്ക് ഈ ഒരു ഭാഗം കൂടെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി.
ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏത് വലിപ്പത്തിലോ ആകൃതിയിലോ ഷേപ്പിലോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന് പ്രത്യേകിച്ച് പൊട്ടിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.